തനിക്കുള്ളവരെ അവരെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത അറിയാമോ? യേശു ദൈവമാണെന്ന് തെളിയിക്കുക. യേശു ക്രിസ്തു ഏക ദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, നസറേയനാകുന്ന യേശു. ഓരോ അധ്യായത്തിൽ അവിടുത്തെ ദൈവത്തെ തെളിയിക്കുക. ഒന്നാം അധ്യായത്തിൽ ആ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവമുണ്ടാണ്. രണ്ടാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവം. മൂന്നാം അധ്യായത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം. നാലാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം. അഞ്ചാം അധ്യായത്തിൽ സകല ധീരങ്ങളുടെ വ്യാധികളെ പുറപ്പിക്കുന്ന ദൈവം. ആറാം അധ്യായത്തിൽ ജീവന്റെ അപ്പമായ ദൈവം. ഏഴാം അധ്യായത്തിൽ ആത്മ നിറവരെ കൊടുക്കുന്ന ദൈവം. എട്ടാം അധ്യായത്തിൽ സാക്ഷാൽ വെളിച്ചമാകുന്ന ദൈവം. ഒമ്പതാം അധ്യായത്തിൽ പുറകിലെ കൂടുതൽ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം. പത്താം അധ്യായത്തിൽ നല്ല ഇടയനായ ദൈവം. ആ ഇടയ പറയുക, ആ തിരുവനന്തപുരത്ത് പറയുക, തനിക്കുള്ളവരെ പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യ ദൈവങ്ങളോട് ശ്രോതാക്കളോട് പറയട്ടെ, ദൈവത്തിന് ആവശ്യമുള്ളതിനെ സമയമാകുക ദൈവം പുറത്തിറക്കും. 41:14 പുറത്തിറങ്ങുന്ന ദൈവം. 41:14 പെട്ടെന്ന് വായിച്ചോ മോളെ. ഉടനെ ഫറവോൻ ആളയച്ച് യോസേഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് പുറത്തിറക്കി. തനിക്കുള്ളവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം വിശ്വസതയോടെ വിശുദ്ധിയോടെ ദൈവത്തെ ഭജിക്കുന്ന ദൈവത്തിന്റെ മൈതരെ, നിനക്കെതിരെ അപമാനങ്ങളും ആക്ഷേപങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ രൂക്ഷമായി അനേകം നിനക്കെതിരെ വാഴ പോരുമ്പോൾ എന്റെ അനുഭവത്തിൽ പറയാം, പ്രതികരിക്കാൻ പോകരുത്, എതിർക്കാൻ പോകരുത്, ഉടക്കാൻ പോകരുത്. ഞാൻ നിങ്ങൾ ചെയ്യേണ്ട മാർഗം പ്രാർത്ഥനയിരിക്കണം. നീ ഉടക്കാരിൽ ഇരിക്കുമ്പോൾ സമയമാകുമ്പോൾ ദൈവം നിന്നെ പുറത്തിറക്കും. വിസ്തരിക്കുന്നില്ല. കാരണം 49-ന്റെ 27 മുതൽ 22 മുതൽ ആ ഗോത്രപിതാവാകുന്ന യാക്കോബ് പറയുക, യോസേഫ് ഫലപ്രദമായ വൃക്ഷമാണ്. ദൈവത്തിന് മുകളിൽ അവൻ സമയമാകുമ്പോൾ ദൈവം നിന്നെ പുറത്തിറക്കും. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ മോളെ. അവർ ഒന്നാം കാവലും രണ്ടാം കാവലും പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പുവാതിൽക്കൽ എത്തി. അടുത്തത് അത് അവർക്ക് അവർ പുറത്തിറങ്ങി. രണ്ടുപേരും പുറത്തിറങ്ങി. ഒന്ന് ദൂരൻ, രണ്ട് പീറ്റർ, രണ്ട് പുറത്തിറങ്ങി. തനിക്കുള്ളവരെ പുറത്തു കൊണ്ടുവരുന്ന